പണ്ട് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്ക് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോഴോ വല്ല ഫോം ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ ഗവൺമെന്റ് പണിയൊന്നും ഇല്ലാത്ത എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഞാൻ വളരെ അഭിമാനപൂർവ്വം എഴുതിക്കൊണ്ടിരുന്ന ഒരു ടേമാണ് കൂലിപ്പണിയെന്ന്. എന്നെ പോലെ നിങ്ങളും കുറച്ചാൾക്കാരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കൂലിപ്പണി എന്ന് പറയുന്നത് എന്താ, നല്ല അഭിമാനമുള്ള കാര്യം തന്നെ. ഞാൻ അങ്ങനെ എഴുതാറുണ്ടായിരുന്നേ. പക്ഷെ റീസെന്റ് ആയിട്ട് ഞാനൊരു PSC ഇന്റർവ്യൂ തിരുവനന്തപുരത്ത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സാറ് എന്നോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ കൂലിപ്പണി എന്ന് എഴുതിയിട്ടുള്ളതെന്ന്. ഞാൻ പറഞ്ഞു, സാധാരണ ദിവസവും രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നിട്ട് അപ്പോൾ കൂലി കിട്ടുന്ന ജോലി ആയതുകൊണ്ടാണ് കൂലിപ്പണി എന്ന് എഴുതിയത്. അപ്പൊ സാറ് വീണ്ടും എന്നോട് ചോദിച്ചു, എന്താ ശരിക്കും പണി എന്താ, എന്തിനിങ്ങനെ കൂലിപ്പണി എന്ന് എഴുതുന്നതെന്ന് ഒന്നുകൂടി എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛന് സാധാരണ ബസ് കണ്ടക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയേ ഉള്ളൂ എന്ന്. അപ്പൊ ആ സാറ് എന്നോട് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂലിപ്പണിക്കാരാണ്. സാറ് ഏതോ വലിയ റാങ്കിലുള്ള ഒരാളാണ്. അപ്പൊ സാറ് പറഞ്ഞു, നമ്മളെല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുന്നുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു കൂലിപ്പണിക്കാരാണ്. പക്ഷേ ഇനി നിങ്ങൾ ഒരിക്കലും ആ കൂലി എന്നുള്ള ടേം യൂസ് ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ടൊരു കാര്യം കൂടി അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള പണ്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യക്കാരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്ന ഒരു വേർഡാണ് കൂലി എന്ന് പറയുന്നത്. അതായത് നമ്മളെ വളരെ താഴെക്കിടയിലുള്ള ഒരു രീതിയിൽ കണ്ടിട്ട് അവർ പറഞ്ഞൊരു ടേമാണ് കൂലി. അത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തിട്ട് നമ്മൾ ആ ഒരു വേർഡ് പറയരുതെന്ന് ആ സാർ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഒരുവിധം എല്ലാവരും വായിച്ച ബുക്കായിരിക്കും അല്ലേ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇതിൽ ഇപ്പം നമ്മുടെ മഹാത്മാഗാന്ധി ആയാലും ദക്ഷിണാഫ്രിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പുറത്ത് പോയ സമയത്ത് അവിടെ ഒരുപാട് വർണ്ണവിവേചനമൊക്കെ നേരിട്ടിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയെയും ആ സമയത്തുള്ള ഇന്ത്യക്കാരെയൊക്കെ വളരെ മോശം രീതിയിൽ ബാക്കിയുള്ള ആൾക്കാരെ വിളിക്കാൻ ഉപയോഗിച്ച പേരുകളാണ് ഈ കൂലി എന്ന് പറയുന്നതും ഈ സാമി എന്ന് പറയുന്നതും ഒക്കെ. അപ്പം നമ്മൾ ഇപ്പോഴും ആ ഒരു വേർഡ് വളരെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് പിന്നീട് എനിക്ക് തോന്നി അത് വേണ്ടിയിരുന്നില്ല എന്ന്. അപ്പം ഞാൻ ആ ഒരു പരിപാടി നിർത്തി. നിങ്ങളിനി എപ്പോഴാണ് നിർത്തുന്നത്?